നീ മിണ്ടരുത് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങൾ ആവശ്യത്തിനുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ശമാശൻ, ശമാശൻ മ്യൂട്ടിലാണ്, അൺമ്യൂട്ട് ചെയ്യണം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
സന്തോഷത്തോടും അതിലേറെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഇടഭാഗങ്ങളെ ഒന്നായി കാണാൻ കഴിഞ്ഞ ഈ ഉദ്യമത്തെ കർത്താവേ നീ ഞങ്ങൾക്കായി തുറന്നു തന്നിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചുകൂടി നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഏറ്റുപറയുവാനും ഇതിലൂടെ സാധിച്ചുവല്ലോ. നിനക്ക് സ്തുതി. നിന്റെ ആലയങ്ങളിലേക്ക് ഞങ്ങൾ കൂട്ടത്തോടെ ചെന്നെത്തുവാൻ ആരാധന സമൂഹമായി വളരുവാനും ഇടവകയെ പ്രാപ്തരാക്കണമേ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ കഴിവും ബുദ്ധിയും എപ്പോഴും നിലവുള്ളതായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗശൈലിയിലായിരിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൃദ്ധജനങ്ങളെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കണമേ. കൊറോണ എന്ന ഈ മഹാമാരിയെ നിശേഷം ഉന്മൂലനം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിത വൃദ്ധിക്ക് വേണ്ടതായ കാര്യങ്ങൾ തന്നെ ഞങ്ങളെ വഴിനടത്തുവാനും പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ, ഈ ഇടവകയെ, ഈ സമൂഹത്തെ ഒന്നടങ്കം നീ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. Psalm 23. The Lord is my shepherd, I shall not want. He makes me lie down in green pastures. He leads me beside still waters. He restores my soul. He leads me in right paths for his name's sake. Even though I walk through the darkest valley, I fear no evil, for you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil, my cup overflows. Surely goodness and mercy shall follow me all the days of my life. I shall dwell in the house of the Lord my whole life long. Amen. Psalm 91. God our protector. Whoever goes to the Lord for safety, who remains under the protection of Almighty, can say to him, You are my defender and protector. You are my God. In you I trust. He will keep you safe from all hidden dangers and from all deadly diseases. He will cover you with his wings. You will be safe in his care. His faithfulness will protect and defend you. You need not fear any dangers at night, or sudden attacks during the day, or the plagues that strike in the dark, or the evils that kill in the daylight. 1,000 may dead fall beside you, 10,000 all around you, but you will not be harmed. You will look and see how the wicked are punished. You have made the Lord your defender, the Most High your protector, and so no disaster will strike you. No violence will come near your home. God will put his angels in charge of you to protect you wherever you go. They will hold you up with their feet from hurting your feet on the stones. You will trample down lions and snakes, fierce lions and poisonous snakes. God says, I will save those who love me and will protect those who acknowledge me as the Lord. When they call to me, I will answer them. When they're in trouble, I'll be with them. I'll rescue them and honor them. I'll reward them with long life and I'll save them. This is the word of the Lord. ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ നിന്നേക്കും പരിപാലിക്കും. മാണിച്ചേട്ടന്റെ അവിടുത്തെ വീഡിയോ ഓഫ് ചെയ്തോ? അപ്പൊ പാട്ട് കേൾക്കാൻ പറ്റും കുറച്ചും കൂടി.
ഉണ്ടല്ലോ അവര് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത്. മാണിച്ചേട്ടൻ ഇപ്പോഴും മ്യൂട്ടിലാണ്, എനിക്ക് കേൾക്കാൻ പറ്റില്ല. അച്ഛാ പാട്ട് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ആക്കണോ, ബ്രിട്ടോ തുടങ്ങണോ? ഓൾഡ് ടെസ്റ്റ്മെന്റ്. അനീഷേട്ടാ ഗോസ്പൽ റീഡിംഗ് കഴിഞ്ഞിട്ട് പാട്ട് വരും. ഓക്കെ, നമുക്ക് റീഡിങ്സ് തുടരാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് റീഡിംഗ് ബ്രിട്ടോ, പിന്നെ റയാൻ, നൈജോട്ട്. ബ്രിട്ടോ ബ്രിട്ടോ ജിജോ, ബ്രിട്ടോ ഞങ്ങൾ മ്യൂട്ടിലാണ്. ജോസഫ് ജോൺ അങ്കിൾ ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജിജോ അൺമ്യൂട്ട് ചെയ്യോ? നൈജോയുടെ ക്ലിയർ ആവുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. അൺമ്യൂട്ടാ. കേൾക്കാമോ? ആരാണ്? മണി. ഇപ്പൊ ബെറ്റർ ആണ് കേട്ടോ. മാണിച്ചേട്ടൻ എന്നാ കണ്ടിന്യൂ ചെയ്യണോ? മാണിച്ചേട്ടൻ പാട്ട് തുടങ്ങിയോ? പാട്ട് തുടങ്ങി കേട്ടോ. കേക്കാം പാടിക്കോ.
ഹലോ, കേൾക്കുന്നുണ്ടോ? Go ahead. Now let us listen. Now let us listen from the Old Testament books. Prophetic book of Isaiah, chapter 55, verses from 4 till the end. See, I made him a witness to the people, a leader and commander for the people. See, you shall call nations that you do not know, and the nations that do not know you shall run up to you, because the Lord your God, the Holy One of Israel, has seen and glorified you. Seek the Lord while he may be found. Call upon him while he is near. Let the wicked forsake their way, and the unrighteous their thoughts. Let them return to the Lord, that he may have mercy on them, and to our God, for he will abundantly pardon them. For my thoughts are not your thoughts, nor are your ways my ways, says the Lord. For as the heavens are higher than the earth, so are my ways higher than yours, and my thought higher than your thoughts. For as the rain and the snow come down from the heaven, and do not return there until they have watered the earth, making it bring forth and sprout, giving seeds to the sowers and bread to the eaters, so shall my words be that goes out from my mouth. It shall not return to me empty, but it shall accomplish that which I purpose, and succeed in the things for which I sent it. For you shall go out in joy, and be led back in peace. The mountains and the hills before you shall burst into songs, and all the trees of the fields shall clap their hands. Instead of the thorn shall come from the cypress, and the brier shall come from the myrtle. And it shall be seen to the Lord for a memorial, for an everlasting sign that shall not be cut off. Praise to be to God. Amen. Ryan, you can start. Yeah, go ahead. From the New Testament. Philippians chapter 1, verse 1 to 21. From Paul, who by God's will is an apostle of Christ Jesus, and from our brother Timothy. To God's people in Colossae, who are our faithful brothers in union with Christ, may God our Father give you grace and peace. Prayer of thanksgiving. We always give thanks to God, the Father of our Lord Jesus Christ. When we pray for you, we have heard of your faith in Jesus Christ and for your faith in Jesus Christ and your love for God's people. When the true message, the good news, first came to you, you heard about the hope it offers. So your faith and love are based on what you hope for. It's kept safe for you in heaven. The gospel keeps bringing blessings and spreading throughout the world, just as it is among you ever since the day you first heard about this God and came to know it deeply. You learned of God's grace from Epaphroditus, our dear fellow servant, who is Christ's faithful worker on our behalf. He has told you the love that the Spirit has given to you. For this reason, we have always prayed for you. Ever since we heard about you, we ask God to fill you with the knowledge of His will and of all the wisdom and understanding that His Spirit gives. Then you will be able to live as the Lord wants and will always do what pleases Him. Your lives will produce all kinds of good deeds, and you will know your knowledge of God. May you be made strong with all strength which comes from His glorious power, so that you may be able to endure everything with patience.
and with joy. Give thanks to the Father who has made you fit to share what God has reserved for you in His kingdom of light. He rescued us from the power of darkness and brought us safe into the kingdom of His dear Son, by whom we are set free. That is, our sins are forgiven. The person and the work of Christ. Christ is the visible likeness of the invisible God. He is the firstborn Son, superior to all created things. For through Him, God created everything in heaven and on earth. The seen and the unseen things, including spiritual powers, lords, rulers, and authorities. God created the whole universe through Him and for Him. Christ existed before all things, and is union with Him, the things that are on top of Him. He is the head of His body, the church. He is the source of the body's life. He is the firstborn Son who was raised from the dead, in order that He alone might have the first place in all things. For it was by God's own decision that the Son in Himself knew the full nature of God. Through the Son, then God decided to bring the whole universe to Himself. God made peace through His Son's sacrificial death on the cross, and so brought back Himself all things, both on earth and in heaven. At one time, we were far away from God and His enemies because of the evil things we did and thought. But by now, by means of the physical death of His Son, God has made you His friends in order to bring you holy, pure, and faultless into His presence. You must, of course, continue faithful on a firm, sure foundation and must not allow yourself to be shaken from hope. You gain this when you heard the gospel. It is, of course, that I, Paul, became a servant. This gospel which has been preached to everybody in the world. Praise be to God. Amen. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ അവസാനം വരെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയുമിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവരോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾ ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം. നന്ദി ലൈസ് ചേട്ടൻ. പ്രത്യേക സുവിശേഷ ഭാഗം വായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി. അല്പസമയം നമുക്ക് ഈ വേദഭാഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധ്യാനിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്ന്
ഞങ്ങളുടെ പരിമിതികളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം മധ്യേ ഇവിടെ ഒരു കൂട്ടമായി ചേർന്ന് വരുമ്പോൾ കർത്താവെ നിന്റെ വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരുവചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും വ്യക്തിപരമായും കുടുംബാംഗങ്ങളായും നീ അവരെ കൃത്യമായിട്ട് കരുതണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്താൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു ചുരുങ്ങിയ സമയം ഇന്നത്തെ ഈ വേദഭാഗത്തെ കുറിച്ച് ധ്യാനിപ്പാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കുവാനായിട്ട് സഹായിച്ച അനീഷേട്ടനോടും അതുപോലെ നമ്മെ ചേർത്തിയിട്ടുള്ള മനുവിനോടുള്ള നന്ദി വീണ്ടും പറയുകയാണ്. നമ്മൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംരംഭം ഒരു മണിക്കൂർ സമയം ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനിപ്പാൻ പ്രാർത്ഥിപ്പാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്കും ഇതിന് അവസരം ലഭിക്കുന്നതാണ്. പ്രാർത്ഥനയിലും പാട്ടുകൾ പാടുവാനും ഒക്കെ അവസരം ലഭിക്കുന്നതാണ് എന്ന് അറിയിക്കട്ടെ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് നമ്മുടെ പള്ളിയിൽ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമുക്ക് പല യാത്രകൾ ഉണ്ടാകാറുണ്ട്. പലരും നമുക്ക് ഒരു വെക്കേഷൻ പ്രതീതി പലപ്പോഴും തോന്നാറുണ്ട്. അതേസമയം ഈ കോവിഡ് പ്രതിസന്ധി ആണെങ്കിലും കൂടെ നമുക്ക് പരസ്പരമൊക്കെ കാണുവാൻ, പ്രാർത്ഥിപ്പാൻ, നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം അവസരം നൽകിയിരിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ നാം സ്തുതിക്കണം. ഈ ലോകം പ്രയാസപ്പെടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ചെലവഴിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥന ദിവസമുള്ള പ്രാർത്ഥനകൾ തൽക്കാലം വാട്സപ്പ് ഗ്രൂപ്പിൽ നിർത്തിയെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനകൾ നിങ്ങൾ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയ മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ജോസഫ് ആന്റണി എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു ലേഖനം വായിക്കാൻ ഇടവന്നു. അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കുതിക്കുന്ന വൈറസ്, കിതയ്ക്കുന്ന ശാസ്ത്രം എന്നാണ്. ഈ അടുത്ത കാലത്ത് കോവിഡ് പ്രതിസന്ധിയെ കുറിച്ച് വായിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു ലേഖനമായിട്ട് എനിക്ക് അതിനെ തോന്നിയിട്ടുണ്ട്. കാരണം കോവിഡ് കാലഘട്ടം സമയത്തെ കുറിച്ച് മാത്രമല്ല, സാഹചര്യങ്ങളെ കുറിച്ച്, ഭാവിയിലുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ മനോഹരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ലേഖനം തുടരുന്നത് എങ്ങനെയാണ്: ലോകമെല്ലാം ഒരു വലിയ കാത്തിരിപ്പിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ലോകം ഒരു വലിയ കാത്തിരിപ്പിലാണ്. ഇതുവരെയും ഈ നാൾ വരെയും കരുതിയ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ എല്ലാ ലോകത്തിന്റെ ഏത് അടിയന്തരമായ സാഹചര്യത്തെയും നേരിടുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു പക്ഷെ കരുതിയിരുന്ന ലോകരാജ്യങ്ങൾ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിലാണ്, ഞങ്ങളുടെ വിരൽത്തുമ്പിലാണെന്ന് ചിന്തിച്ചിരുന്ന, അതിൽ ഊറ്റം കൊണ്ടിരുന്ന കോടീശ്വര പ്രഭുക്കന്മാർ മറുഭാഗത്ത്, അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തങ്ങളുടെ പക്കലുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന, ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ആത്മീയമായ നേതൃത്വങ്ങളും ഒരു ഭാഗത്തുണ്ട്. ഈ ഏവരും ഇപ്പോൾ വലിയ ഒരു കാത്തിരിപ്പിലാണ്. എന്താണ് ആ കാത്തിരിപ്പ്? കൊറോണ വൈറസിനെതിരായ മരുന്ന് ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം, ഒരു വാർത്ത, അത് കേൾക്കുവാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പല രാജ്യങ്ങളും കോടിക്കണക്കിന് രൂപ അവരുടെ ഡിഫൻസ് ബജറ്റിനായിട്ട് മാറ്റിവെച്ചതായി നമുക്കറിയാം. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരു കാര്യത്തിനും ഉപയോഗമില്ലാത്ത രീതിയിൽ ഒരു ചെറിയ വൈറസിന്റെ മുൻപിൽ അതിനെ പ്രതിരോധിക്കുവാൻ, ആ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ മഹാമാരി പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാത്തിരിപ്പിന്റെ ഒരു നിമിഷങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ കാത്തിരിപ്പ് ഈ ലോക രാജ്യങ്ങൾ, അതുപോലെ ഓരോ വ്യക്തികളും ഈ ലോകത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഓരോ പരീക്ഷണങ്ങളെ കുറിച്ച് നാം നോക്കുകയാണ്. എന്നാണ് ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാത്തിരിപ്പിന്റെ ഈ ഒരു അനുഭവം കൂടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമുണ്ടായ ഒരു സാഹചര്യവും ഇന്നത്തെ ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുക. രണ്ടിനും രണ്ടിൻ്റെതായ കാരണങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. എങ്കിൽ തന്നെയും
യേശുവിന്റെ കാലഘട്ടത്തിൽ ക്രൂശുമരണത്തിന് ശേഷമുള്ള ഒരു കാലമുണ്ട്. നമുക്കറിയാം, ശിഷ്യന്മാർ ഏവരും പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത രീതിയിൽ നാം ഇന്ന് വീടിനകത്തിരിക്കുന്നത് പോലെ അവർ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കി. ഓരോ ശിഷ്യന്മാരും പേടിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പുറത്ത് ഓരോ കാൽപെരുമാറ്റം കേട്ടാൽ, അതുപോലെ റോമ പടയാളികൾ ഞങ്ങളെ തേടി വരുന്നതാണോ, ഞങ്ങളെ അന്വേഷിച്ചു വരുന്നതാണോ എന്നുള്ള ഭയപ്പാടിലായിരുന്നു അവിടെയുള്ള യേശുവിന്റെ ശിഷ്യന്മാർ ഓരോരുത്തരും. അങ്ങനെയുള്ള ഭയപ്പാടിന്റെയും പേടിയുടെയും ഒക്കെ മധ്യത്തിലാണ് പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രയാസങ്ങളുടെ മധ്യത്തിലാണ്, ഒരു പക്ഷെ കാത്തിരിപ്പിന്റെ ഒരു മധ്യത്തിലാണ് അവരുടെ മുൻപിൽ യേശു അവിടെ പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണും. നമുക്കറിയാം, യേശു അവിടെ അവരെ തേടി വന്ന് അവിടെ അവരുടെ മുൻപിൽ കടന്നു വരികയാണ്. അവിടെ ആകാംക്ഷയും ഉത്കണ്ഠയും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് വാതിൽ അടച്ചിരിക്കെ അവിടെ പ്രവേശിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ അവിടെ വന്നുകൊണ്ട് യേശു പറയുന്ന ആദ്യത്തെ വാക്കുകളാണ്, ആ സമൂഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ വേദനയും പ്രയാസങ്ങളും മനസ്സിലാക്കി യേശു പറഞ്ഞ വാക്കുകളാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു കടന്നു വരുന്നത്. ഒരു വലിയ ഈ പ്രതിസന്ധി ഘട്ടത്തിലുള്ള നമ്മുടെ മാനസികമായ തലങ്ങളിലേക്ക്, ബോധ്യങ്ങളിലേക്ക് നാം ആവാഹിക്കേണ്ട ഒരു വാക്കുകളാണ്, വചനങ്ങളാണ് യേശു പറഞ്ഞത്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന കാര്യം വിശുദ്ധ കുർബാനയുടെ മധ്യയും 3 പ്രാവശ്യം അച്ഛൻ നിങ്ങൾക്ക് തിരിഞ്ഞുകൊണ്ട് സമാധാനം ആശംസിക്കുന്നു. അതെല്ലാം ഈ തരത്തിൽ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന യേശുവിന്റെ ആ സമാധാന വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങനെ വൈദികർ അത്തരത്തിൽ സമാധാനം നിങ്ങൾക്കായിട്ട് ആശംസിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വരെ അത്തരത്തിൽ യേശുക്രിസ്തു കടന്നു വന്ന് ശിഷ്യഗണങ്ങൾക്ക് സമാധാനം നൽകുന്നു. അവിടെയുള്ള രാഷ്ട്രീയമായ സാഹചര്യത്തിൽ, അവരുടെ കലുഷിതമായ സാഹചര്യങ്ങളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ യേശു കർത്താവ് കടന്നു വരുന്നു. നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, ശിഷ്യഗണങ്ങൾ പ്രത്യേകിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും, യേശുവിന്റെ മരണത്തിന് ശേഷം ഇനി എന്താണ്, യേശുവിന്റെ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? പലരും തങ്ങളുടെ പഴയ വേലകളിലേക്ക്, തങ്ങളുടെ തൊഴിലുകളിലേക്ക് അവർക്ക് മടങ്ങിപ്പോയി. അവരെല്ലാം യേശുവിന്റെ വാക്കുകളൊക്കെ മറന്ന് മടങ്ങിപ്പോയി. എങ്കിലും അവരുടെ സാഹചര്യങ്ങളിലേക്ക് മടങ്ങി വരുന്ന, അവരെ മടക്കി വരുത്തുവാനായിട്ട് പോകുന്ന, തിരിച്ചു വിളിക്കുന്നതായ യേശുവിനെ ഇവിടെ നാം കാണുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ യേശുവിന്റെ ഈ മടങ്ങിവരവും അവരോടുള്ള യേശുവിന്റെ വാക്കുകളും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. ആദ്യമായി യേശു കടന്നു വരുന്നതായ സമയത്ത് അവിടെ ദിദിമോസ് എന്ന തോമസ് ഉണ്ടായിരുന്നില്ല എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ 24-ാമത്തെ വാക്യം മുതൽ പിന്നീട് വായിക്കുകയാണ്. തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് തോമസ് അവിടെ കടന്നു വരുന്നത്. പിന്നീട് അപ്പോൾ തോമസ് ആദ്യമായി യേശു വന്നതായ സമയത്ത് യേശു വന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവൻ വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നു, ഇല്ല, ഞാൻ അവനെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതിനുശേഷം യേശു അവന്റെ മുൻപാകെ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നു. തന്റെ കയ്യിൽ വിലാപ്പുറവും അവനെ കാണിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുന്നു, ഇതാ തോമസേ, നീ എന്നെ കാണുക, നിന്റെ കൈകൾ എന്റെ വിലാപ്പുറത്ത് ഇടുക, നീ എന്നെ തിരിച്ചറിയുക എന്ന് യേശു കർത്താവ് അവനോട് സംസാരിക്കുന്നു. അവൻ അത് തന്റെ കൈകൾ വിലാപ്പുറത്തിടുമ്പോൾ അവൻ പിന്നീട് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് അവൻ പറയുന്നു, എന്റെ കർത്താവ് എന്റെ ദൈവവുമായുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിശ്വസിക്കുന്ന, അവൻ സാക്ഷീകരിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ഇവിടെ നമുക്ക് എന്ത് സന്ദേശമാണ് ഈ യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ഈ ഒരു അനുഭവം നമുക്ക് നൽകുന്നത്? എന്താണ്? തോമസിന്റെ അനുഭവം മാത്രമല്ല ഇവിടെ പറയുന്നത്. യേശുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനമായ തലങ്ങൾ നാം നിരീക്ഷിക്കണം, തിരിച്ചറിയണം. യേശു എങ്ങനെയാണോ ജീവിച്ചതെങ്കിൽ അതിനുശേഷം, ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നാം വീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായ 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. 2 കാര്യങ്ങൾ. ഒന്ന്, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള യേശുവിന്റെ വരവ് എന്തിനായിരുന്നു? അത് പറയുന്ന ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് പ്രധാനപ്പെട്ടതാണ്. ഉയർത്തെഴുന്നേറ്റതായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് മുറിവേറ്റവനായ യേശുവാണ്. മുറിപ്പാടോട് കൂടിയാണ് യേശു കർത്താവ് അവിടെ കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായ കാര്യം. തന്റെ വിലാപ്പുറവും അതുപോലെ കൈകളും കാലുകളും ഒക്കെ എല്ലാം പീഡകളേറ്റ്, സഹനങ്ങളേറ്റ് ഒക്കെ മുറിപ്പാടുള്ള ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരുടെ മുൻപാകെ കടന്നു വരുന്നത്. ഈ മുറിപ്പാടുകളുമായാണ് അവൻ പറയുന്നത്. അതിൽ യേശു ശിഷ്യന്മാരോടും അതുപോലെ നമ്മോടും പറയുന്നതായ കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ ശിഷ്യന്മാരെ, പ്രിയപ്പെട്ട പ്രിയ സ്നേഹിതന്മാരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മധ്യയെ മുറിവേറ്റവനായി നിങ്ങളുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്ന്, എന്നെ മുറിപ്പെടുത്തിയ ഒരു സമ്പ്രദായവും മുറിപ്പെടുത്തിയ ഒരു വ്യവസ്ഥിതിയും പുറത്ത് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, സുരക്ഷിതരായിരിക്കുമ്പോൾ, നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിലാക്കിയ
നിങ്ങളെ ഒരു പക്ഷെ പേടിച്ചിരിക്കുവാനുണ്ടാക്കിയ ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും പുറത്തുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് യേശു കർത്താവ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊമ്പിച്ചവനാണ്. ഞാൻ അനേകം പേരെ സൗഖ്യമാക്കി, ആരുമില്ലാത്തവർക്ക് തുണയായി, പാപികളായ അനേകം പേരെ ഞാൻ ചേർത്ത് പിടിച്ചു. അതിന്റെ എല്ലാം ഫലമാണ്, അതിനെല്ലാം വ്യവസ്ഥിതി അവിടെ എന്നെ പോഷിച്ചതായ വ്യവസ്ഥിതി ഇപ്പോഴും പുറത്ത് പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്ന ഞാൻ മുറിവേറ്റവനാണ് എന്ന് യേശു കർത്താവ് പറയുന്നു. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ഒരു സമയത്ത് ഒരു നാളിൽ നിങ്ങളും മുറിവേൽക്കേണ്ടവരാണ് എന്നുകൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ശിഷ്യന്മാർ. ഒന്നാമത്തേത്, മുറിവേൽപ്പിച്ച വ്യവസ്ഥിതി പുറത്തുണ്ട്. മറ്റൊന്ന്, ഞാനും ഏറ്റവനാണ്, നിങ്ങളും നാളെ ഇതുപോലെ മുറിവേൽക്കേണ്ടവരാണ് എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ തോമസ് അവിടെ പറയുന്നുണ്ട്, തോമസ് എന്റെ കർത്താവും എന്റെ ദൈവവുമായല്ലോ എന്ന് പറയുമ്പോൾ ഈ മുറിവിനെ തിരിച്ചറിയുന്ന തോമസിനെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ പിന്നീട് ഈ ഓരോ ശിഷ്യന്മാരും അവർ പിന്നീട് ഊർജ്ജസ്വലരായി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് അവർക്ക് കർത്താവിന് രക്തസാക്ഷികളായി മാറുവാനുള്ള ആഹ്വാനമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. കാരണം മുറിവേറ്റവനായ ക്രിസ്തുവിനെയാണ് അവർ പിന്നീട് പ്രസംഗിക്കുന്നത്. ഈ മുറിവേൽപ്പിച്ച സമ്പ്രദായത്തിന് എതിരായിട്ടാണ് പിന്നീട് ഓരോ ശിഷ്യന്മാരും പിന്നീട് മുന്നോട്ട് പോകുന്നത്, സാക്ഷ്യമുണ്ടാകുന്നത്. മുറിവേൽപ്പിച്ചവരെ ദ്രോഹിക്കുവാനല്ല, മറിച്ച് ക്രിസ്തു എങ്ങനെയാണോ പഠിപ്പിച്ചത്, തങ്ങളെ ഒരു സമ്പ്രദായത്തെ, വ്യവസ്ഥിതിയെ, അത് സമൂഹത്തെ ഏറ്റവും താഴെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളെ തകർക്കുന്ന വ്യവസ്ഥിതിയാണെങ്കിൽ അതിനെയെല്ലാം നമുക്ക് മാറ്റിയെടുക്കുവാനുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ദൗത്യത്തെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയ ശിഷ്യന്മാർ ഓരോരുത്തരും പിന്നീട് രക്തസാക്ഷികളായി മാറുന്നു എന്ന് നാം കാണും. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി മനസ്സിലുണ്ടാകണം. ഈ മുറിവേറ്റവനായ ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ മുൻപായി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം. ഇന്ന് ഈ സമയങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളേവരും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നതായ പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചോദ്യങ്ങളാണ്. ഒന്ന്, ദൈവം ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യം പലപ്പോഴും നിങ്ങൾ ഓരോരുത്തരും പല രീതിയിൽ പല മാധ്യമങ്ങളിൽ കൂടെ, വീഡിയോകളിൽ കൂടെ കണ്ടു കാണും അല്ലെങ്കിൽ കേട്ട് കാണും. ഇപ്പോൾ ദൈവം എവിടെയാണെന്ന ചോദ്യമാണ്. അതിനായിട്ടുള്ള ഒരു മറുപടി ഇത് കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വരുന്ന ഒരു ആശയമുണ്ട്. അത് മറ്റൊന്നുമല്ല. അതായത് ദൈവം എവിടെയെന്ന് ചോദിക്കുന്നതായ സമയത്ത് മനസ്സിൽ വരുന്ന ചോദ്യമാണ്, ദൈവം എവിടെയാണ് ഇല്ലാത്തത് എന്നുള്ളതാണ് അതിന്റെ ഒരു കൗണ്ടറായ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക് നാം നോക്കണം എന്നുള്ളതാണ്. കർത്താവ് അവിടെ കടന്നു വന്ന് പേടിച്ചിരിക്കുന്ന സമയത്ത് കടന്നു വന്ന് പറയുന്നത് അങ്ങനെയാണ്, ഞാൻ പുറത്തുനിന്നും ഇവിടെ കടന്നു വന്ന വ്യക്തിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക് നാം ഒന്ന് നോക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. ദൈവം ഇപ്പോഴും സജീവമായി ഇടപെടുന്ന രംഗങ്ങളെ നാം ഏവരും ഈ സമയത്ത് ഓർക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ നാം വീട്ടിനുള്ളിൽ സുരക്ഷിതരായിരിക്കുന്ന സമയത്ത് നമ്മെ സംരക്ഷിക്കുവാനായിട്ട് എത്ര ആളുകളാണ് പുറത്തിപ്പോഴുന്നത്. ആരോഗ്യ രംഗത്തെ വിദഗ്ധരായ ആളുകൾ, ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർ അഹോരാത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും അവിടെയുണ്ട്. വാർത്തകളിൽ നാം കാണാറുണ്ട്, പല ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പിൻചോമനകളെ പോലും കാണുവാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് അവിടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റാത്തതായ ആളുകൾ. അങ്ങനെ എത്ര ആളുകളാണ് കണ്ണുനീരോടുകൂടി ഇപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് തിരിച്ചറിയണം. രണ്ടാമത്തേത്, ക്രമസമാധാനം നോക്കുന്നവരായിട്ടുള്ള ആളുകൾ, നമുക്ക് വേണ്ടി സുരക്ഷ ഒരുക്കുവാൻ വഴിവക്കിൽ ഇപ്പോഴും കാത്തു നിൽക്കുന്ന, അവരെ നോക്കുന്ന, സംരക്ഷിക്കുന്നതായിട്ട് ക്രമസമാധാന പാലകരായിട്ടുള്ള ആളുകൾ. അതുപോലെ വഴിയിൽ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതായ ആളുകൾ. അതുപോലെ എത്രയോ കച്ചവടക്കാർ. അങ്ങനെ എത്ര സമൂഹങ്ങളാണ്, ഗണങ്ങളാണ് നമുക്ക് സുരക്ഷയൊരുക്കുവാനായിട്ട് ഇപ്പോഴും അവിടെ കാത്തു നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായ കാര്യം കൂടെ ഇതിനകത്ത് വ്യക്തമാവുന്നുണ്ട്. അവിടെയൊക്കെയാണ് ദൈവത്തിന്റെ പ്രവർത്തന രംഗം. ദൈവം അവരോടുകൂടെയാണ് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് സുരക്ഷയൊരുക്കുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന സജീവമായ രംഗങ്ങളെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ നിന്ന് കണ്ണോടിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് അങ്ങനെ കണ്ണോടിക്കുമ്പോഴും തിരിച്ചറിയുമ്പോഴുമാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിലെയാണ് നമുക്ക് ചിന്ത വരുന്നത് ദൈവം എവിടെയാണ് എന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ഈ ഭയപ്പാടിന്റെ ഈ ഒരു ആകാംക്ഷകളുടെ, അതുപോലെ ദുരിതങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒക്കെ ഘട്ടത്തിൽ യേശു പറഞ്ഞതായ വാക്യങ്ങൾ നമുക്ക് കാതോർക്കാം. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഞാൻ സമാധാനം ആശംസിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുന്നു. അതോടൊപ്പം തന്നെ യേശു പറയുന്ന അവരെ ഓരോരുത്തരെയും, തോമസ് ഉൾപ്പെടെയുള്ളവരെ ശക്തീകരിക്കുന്ന യേശുവിന്റെ വാക്കുകൾ നാം കേട്ടുകഴിഞ്ഞു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ അതിജീവിക്കണം, എന്റെ മുറിവുകളെ കണ്ട് നിങ്ങൾ ഇനിയും അതിജീവിക്കണം എന്ന് യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
ഈ അടുത്ത കാലത്ത് 2 ആഴ്ച മുമ്പ് കണ്ടതായ ഒരു ചലച്ചിത്രമാണ്, ഒരു സിനിമയാണ്. നിങ്ങളും കണ്ടു കാണും. ഒരു ഹെലൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം എന്റെ ശ്രദ്ധയെ പെടുത്തുകയുണ്ടായി. ഈ ഹെലൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രത്തിലെ ഒരു കഥാനായികയായ പെൺകുട്ടി, അവൾ ഒരു കോൾഡ് ഫ്രീസറിനകത്ത് പെട്ടുപോകുന്ന ഒരു ചിത്രമാണ്. കുറെ മണിക്കൂറുകൾ അതിനകത്ത് ഈ പെൺകുട്ടി അതിജീവിക്കുന്ന ഒരു ചിത്രമാണ്. തന്റെ ശരീരം ആ സകലം തണുപ്പ് കയറുമ്പോൾ എങ്ങനെയാണ് ഈ തണുപ്പിനെ അതിജീവിക്കുക എന്ന് ഈ പെൺകുട്ടി അതിനകത്ത് എടുക്കുന്ന പല കാര്യങ്ങൾ, കാർഡ്ബോർഡുകളും തുണികളും ഒക്കെ തന്റെ ശരീരത്തോട് ചേർത്ത് പറ്റി തണുപ്പിനെ എങ്ങനെ അതിജീവിക്കാം, ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ ഹെലൻ എന്ന് പറയുന്ന ചിത്രം. അതോടൊപ്പം തന്നെ എന്നെ കൂടുതലായിട്ട് ആകർഷിച്ച ഒരു കാര്യം കൂടെയുണ്ട്. അതിനകത്ത് ഒരു ചെറിയ എലിയും കൂടെ കടന്നു വരുന്നു ഈ പെൺകുട്ടിയുടെ. ഈ തന്റെ ആരോഗ്യം, തന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കടന്നു വരുന്ന ഒരു ചെറിയ ഒരു എലിയെ കൂടെ ഈ പെൺകുട്ടി കരുതുന്നു. അതിനും തണുപ്പ് അകറ്റുവാനുള്ള മാർഗങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അവസാനം അത് വേദനയോടെ കൂടെ ചത്തുപോകുന്നെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവനും സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു പാഠങ്ങൾ ആ ചിത്രത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് പല സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് നല്ല വീടുകളുണ്ട്, നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷെ ഇതൊന്നും അനുഭവിക്കാൻ സാധ്യമല്ലാത്തതായ കുറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും, ചെറിയതായ കൂട്ടങ്ങളായ ആളുകൾ ഇപ്പോഴും. നമുക്കും അതിജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ, നാം അതിനായിട്ട് പ്രയത്നിക്കുമ്പോൾ, നമ്മോട് കൂടെയുള്ളവരെ, നമ്മുടെ അയൽപ്പക്കക്കാരെയാകാം, നമുക്ക് വേണ്ടി സുരക്ഷ കൊടുക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരെയാകാം, കച്ചവടക്കാരെയാകാം, അങ്ങനെയുള്ള ചെറിയതായ കൂട്ടങ്ങളെ നമുക്കും ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ക്ഷണം നമുക്ക് ഈ ഒരു കാലഘട്ടം നമ്മുടെ മുൻപാകെ നൽകുന്നു. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ തിരിച്ച് അത് മറ്റുള്ളവരോടും പറയുവാനുള്ള ക്ഷണം കൂടെ നമുക്ക് നൽകുന്നു. നിങ്ങളും ഓരോരുത്തരും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുവാനുള്ള ഒരു ക്ഷണവും കൂടെ നമുക്ക് ഈ ഒരു ചിന്ത പകരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ഈ വേദഭാഗം നൽകുന്ന ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. പുതിയ ചില ബോധ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏറ്റവനായ ക്രിസ്തുവിനെ നമുക്ക് ഉള്ളിൽ സ്വീകരിക്കാം. മുറിവുകൾ ഉള്ളവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നാം മുറിവേൽക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്തയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ നമ്മുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാം, അതിജീവിക്കാം. ഒപ്പം തന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നേക്കും ആമേൻ. പോയതിന്റെ പ്രസന്റ് ചെയ്യണം. വേണ്ട ചേട്ടാ, വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജനത്തെ നടത്തുന്ന ഇടനായ മാർ ഗീവർഗീസ് മൂന്നാമൻ കാത്തോലിക്കോസ് പാത്രീസിനെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കണ്ണുകളാൽ ഇടയന്മാരായ മാർ അപ്രേം മെത്രാപൊലിത്തെയും മാർ യോഹന്നാൻ, മാർ ഓഗിൻ എന്ന എപ്പിസ്കോപ്പന്മാരെയും അവരുടെ ശുശ്രൂഷകന്മാരെ എല്ലാവരെയും സൂക്ഷിക്കുകയും തങ്ങളുടെ ആടുകളെ ജാഗ്രതയോടെ സന്ദർശിക്കുവാൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. മനുഷ്യന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ പിതാവിൽ നിന്നും വൈദ്യനായി അയക്കപ്പെട്ട ഈശോവേ, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന COVID-19 മഹാമാരിയിൽ നിന്നും ലോക ജനതയെ, പ്രത്യേകിച്ച് മാർ തിമോത്തിയോസ് ചർച്ച് ബാംഗ്ലൂർ ഇടവയിലെ പൈതങ്ങളെയും രക്ഷിക്കണമേ. ആരാധനാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഓരോ വീടും ആരാധന ആലയങ്ങളാക്കി തീർക്കണമേ. അവിടെ നിന്നും രാവിലെയും രാത്രി യാമങ്ങളിലും അങ്ങേക്ക് വേണ്ടി ഉയർത്തുന്ന പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും അവിടുന്ന് കൃപയോടെ സ്വീകരിക്കണമേ. കർത്താവെ, നിന്റെ നാമത്തിൽ 2-3 പേർ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ഈശോവേ, നിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ലോക്ക്ഡൗൺ കാലത്ത് വീടുകളിൽ സമാധാനം നിലനിർത്തുവാനും അവിടുന്ന് സഹായിക്കണമേ. ഭയപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് 365 പ്രാവശ്യം ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന നിന്റെ കൃപയും സമാധാനവും ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ. ഈ അവധിക്കാലം 91-ാം സങ്കീർത്തനം ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും മനഃപ്പാഠമാക്കുവാനുള്ള മനസ്ഥിതി ഞങ്ങളുടെ കുട്ടികളിൽ വളർത്തിയെടുക്കണമേ. പരീക്ഷകൾ അവസാനിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കും വിഷയങ്ങൾ റിവൈസ് ചെയ്യുവാനും കൂടുതൽ മാർക്കുകൾ വേണ്ടി റാങ്ക് ഓർഡറാക്കി തരുവാനും യാചിക്കുന്നു. നിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയരുതേ. ഈ ദുരവസ്ഥയിൽ നിന്നും
മനുഷ്യജാതിയെ കരകയറ്റണം കർത്താവെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥന നൽകണേ യാചന കേൾക്കണേ പ്രാർത്ഥന നൽകണേ യാചന. ഞാൻ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ ദാസിദാസന്മാരുടെ പ്രാർത്ഥനയിലും അപേക്ഷയിലും നീ പ്രസാദിക്കണമേ. പിതാവേ, ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന COVID-19 എന്ന മഹാമാരി മൂലം കഷ്ടങ്ങളും ഞെരുക്കങ്ങളും വർദ്ധിച്ചിരിക്കുകയാൽ നിന്റെ കൃപയുടെ കാരുണ്യം മൂലം നിന്റെ ദാസന്മാർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണമേ. ഈ രോഗസ്ഥിതിക്ക് ഉടനെ ഔഷധം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ആരോഗ്യവും എല്ലാ ഡോക്ടർമാർക്കും നൽകി അനുഗ്രഹിക്കണമേ. രോഗസ്ഥിതിയിലിരിക്കുന്ന നമ്മുടെ മാറന്മാർ ഗീവർഗീസ് മൂന്നാമൻ പാത്രിക്കസ് ബാവയെ പൂർണ്ണ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രേമത്രപോലത്തെയും ആശുപത്രിവാസത്തിലിരിക്കുന്ന ഞങ്ങളെ മാ യോഹന്നാൻ അപ്പിസ്കോപ്പിയെയും മാറോഗിൻ കുര്യാക്കോസ് അപ്പിസ്കോപ്പിയെയും ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കണമേ. കശീശന്മാരെയും ശമാശന്മാരെയും എല്ലാ സഭാ നേതാക്കന്മാരെയും സഭാവിശ്വാസികളെയും അനുഗ്രഹിക്കുകയും ഉണ്ടാകുകയും ചെയ്യണമേ. പിതാവേ, മാർത്തിയും അംഗങ്ങളെയും അവരെ ആത്മീയിലേക്ക് ലിജോച്ചനെയും ബാബുഷമാശനെയും ദൈവഹിതം നടത്താനുള്ള ആത്മീക ശക്തി അവരിൽ നിറയ്ക്കണമേ. കർത്താവേ, തിരുസന്നിധിയിൽ അതിഥ്യത്തോടുകൂടിയും അപേക്ഷയ്ക്ക് നിന്റെ കരുണയാൽ മനസ്സലിഞ്ഞ് വാതിൽ തുറന്നു തരണമേ. ആമേൻ. ഓരോ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് കൈകളെ കൂപ്പി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് കാണുന്നുവല്ലോ. ഞങ്ങൾക്ക് നൽകിയ ഓരോ നന്മകൾക്കും നന്ദി പറയുന്നു ദൈവമേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു കർത്താവേ. നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രായമായവർക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന ഇടവകയിലെ ഓരോ വ്യക്തിക്കും അവിടുന്ന് സൗഖ്യം നൽകണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുകരത്താൽ അവരുടെ കഷ്ടങ്ങളെ നീക്കണമേ. അധ്വാനിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജോലിക്ക് അവിടുന്ന് സംരക്ഷണം നൽകണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ജീവിതത്തിലെ സന്തോഷങ്ങളും നിറങ്ങളും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സുന്ദരമായ ലോകത്തിൻ്റെ വാതിലുകളെ അവർക്ക് തുറന്നു കൊടുക്കണമേ. മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ. ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് ഓരോ കുടുംബത്തെയും കരകയറ്റണമേ. എല്ലാം അവിടുത്തെ പൊന്നുനാമത്തിൽ അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. കേൾക്കണേ പ്രാർത്ഥന നൽകണേ യാചന. കേൾക്കണേ പ്രാർത്ഥന നൽകണേ യാചന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ല ദൈവമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ച അങ്ങ് മഹാകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ചിറകിൻ കീഴിൽ രക്തക്കോട്ടയ്ക്കുള്ളിൽ അനുദിനവും ഞങ്ങളെ മറച്ചു സൂക്ഷിക്കുന്ന അങ്ങേ വിശ്വസ്തതയ്ക്കായി നന്ദിയപ്പ. ഈ സമയം വിവിധ രോഗങ്ങളാൽ വിശേഷാൽ കോവിഡ് രോഗത്താൽ വലയുന്ന ജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം വരുളും. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എന്റെ വചനമയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത നല്ല യഹോവേ,
മഹാമാരിയെ വലയുന്ന ഈ ജനത്തോട് കരുണ തോന്നി അവരെ സൗഖ്യമാക്കി രക്ഷ നൽകണമേ. അവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സകലർക്കും ബലവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നേരിട്ടിരിക്കുന്ന സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടുള്ള ജീവിത വിജയത്തിനായി സകല ജനങ്ങളെ സഹായിക്കുകയും ചെയ്യണേ എന്ന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമേ. ആമേൻ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും ഭൂമിയുടെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സംഗീതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. സങ്കീർത്തനം 91:1-2 വാക്യങ്ങൾ. കാരുണ്യവാനും സ്നേഹസ്വരൂപനും കൃപാലുവുമായ ദൈവമേ, ഇന്ന് ഈ മാനവരാശി മുഴുവനും അങ്ങയുടെ കാരുണ്യത്തിനായി പ്രത്യാശയോടെ നോക്കിക്കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയായ മിശിഹായെ, ഇന്ന് ഈ മഹാമാരിയാൽ ഞെരുങ്ങിയിരിക്കുന്ന നിന്റെ ജനം അങ്ങയുടെ കൃപയ്ക്കായി കാത്തിരിക്കുന്നു. നിന്റെ കാരുണ്യത്താൽ എല്ലാം സൗഖ്യമാക്കണമേ. ജീവനെടുക്കുന്ന ഈ മഹാമാരിയെ ഈ ലോകത്തിൽ നിന്നും നീക്കിക്കളയണമേ. അങ്ങയുടെ ദാസർ ഇതാ എല്ലാം നിങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരവും പണവും അന്തസ്സും അഹങ്കാരവും വാണിരുന്ന ഈ ലോകത്തിന് സ്നേഹത്തിന്റെയും കരുണയുടെയും ജീവന്റെയും വില മനസ്സിലാക്കി തരുവാൻ ഈ മഹാമാരിക്ക് സാധിച്ചു. പ്രത്യാശയുടെ ഒരു പുതുനാമ്പ് ഞങ്ങളിൽ വിരിയട്ടെ. കർത്താവെ, നിന്റെ മനസ്സലിവുകളാൽ ഞങ്ങളോട് കനിവ് കാട്ടുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കരുണ അപേക്ഷിക്കുന്നവരെ സൗജന്യമായി സുഖപ്പെടുത്തുന്ന മഹാവൈദ്യനായ ദൈവമേ, നിന്റെ കരുണയിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുട്ടികളെ മോചിച്ച് രോഗങ്ങളെ നീക്കിക്കളയുകയും ഞങ്ങളുടെ അവയവങ്ങളെ ബലപ്പെടുത്തി രോഗത്തിരിക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യണം. ഉപദ്രവകരമായ സങ്കടകുറ്റങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വസ്ഥമാക്കുന്നു. തമ്പുരാനെ, ഞങ്ങളോടുള്ള നിന്റെ സകലകൃപകൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും പരിഹരിച്ച് മോചിപ്പിക്കേണ്ടത്. ഞങ്ങളുടെ അതിർത്തിയിൽ നിന്ന് മായ്ച്ചു കൊണ്ടേണ്ടത്. നിന്റെ ശക്തിയാൽ രോഗപ്രതിഷ്ഠയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി കൊണ്ട് ദുരിതത്തിലായിരിക്കുന്ന ജനസമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങയുടെ ദിവ്യജ്ഞാനം പകർന്ന് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങ് നൽകണം. രോഗികളായവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകണം. എല്ലാവരുടെയും കണ്ണുകൾ മുൻപിലേക്ക് നോക്കി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ജീവിത പ്രത്യാശയായ മിശിഹായെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വരികയും വചനത്താൽ രോഗികളെ സൗഖ്യമാക്കുകയും നിന്റെ കൽപ്പനകളാൽ ആഴ്ചപ്പെടുത്തുകയും കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഞങ്ങളെ ഏറ്റവും അധികം അങ്ങയുടെ സന്നിധിയിലായി ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
എന്റെ പിതാവേ, അങ്ങയുടെ മക്കളെന്ന് പറയുവാൻ പോലും യോഗ്യതയില്ലാത്ത പാപികളാണ് ഞങ്ങൾ. അങ്ങയുടെ സ്വന്തം ചായയിൽ അങ്ങ് സൃഷ്ടിച്ച അങ്ങയുടെ സ്വന്തം മക്കളെന്ന് അവകാശപ്പെടുന്ന ഞങ്ങൾ അഹങ്കാരവും സ്വാർത്ഥതയും മൂലം ദൈവഭയമില്ലാതെ അനേകം ദുഷ്പ്രവൃത്തികൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിച്ചിരിക്കുന്നു നാഥ. അതിന്റെ തിക്താനുഭവമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. ദൈവകോപത്താൽ ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ ശിക്ഷയുടെ അടിയാണ് ഈ കൊറോണ എന്ന മഹാവ്യാധി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, അങ്ങ് ശലോമോൻ രാജാവിന് യെരുശലേം ദേവാലയത്തിൽ വെച്ച് കൊടുത്ത വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു നാഥ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. കർത്താവെ, ഈ വാഗ്ദത്തം അനുസരിച്ച് ഈ മഹാമാരി സമയത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ ആരാധനാലയത്തിൽ വരുന്നതിനോ അങ്ങയോട് ഒന്നിച്ചിരുന്ന് യാചിക്കുന്നതിനോ സാധിക്കാത്ത വിധം അങ്ങയുടെ ആരാധനാലയങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ. കർത്താവെ, അത്രമാത്രം ഞങ്ങളോട് വെറുപ്പ് തോന്നിയല്ലോ. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. മുടിയനായ പുത്രനോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. പ്രിയനാഥ, അനേകായിരം മക്കൾ ഈ മഹാവ്യാധിയാൽ മരണപ്പെട്ടു. അനേകം മക്കൾ ഈ രോഗത്തിന്റെ പിടിയിലായി. അല്ലാത്തവർ പേടിച്ച് വീടിനുള്ളിൽ ഭയന്നിരിക്കുന്നു. ഞങ്ങൾ ഇനി എന്തു ചെയ്യും കർത്താവെ? അങ്ങേക്കല്ലാതെ ഈ മഹാമാരിയെ ശമിപ്പിക്കാൻ കഴിയില്ല. പിതാവെ, ഉറ്റവർ മരിച്ചാൽ പോലും ഒന്ന് കാണുവാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരിക്കുന്നു. നാഥ, അങ്ങ് എല്ലാം അറിയുന്നല്ലോ. അങ്ങ് അറിയാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, ഈ മഹാമാരിയെ ഈ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ. പിതാവെ, ഭൂമി നിന്നും പാദപീഠമാണല്ലോ. ആ പാദപീഠത്തിൽ മുട്ടുകുത്തി കവിണ് വീണ് അങ്ങയുടെ പുണ്യപാദങ്ങളെ ഞങ്ങളുടെ കണ്ണുനീർ കൊണ്ട് കഴുകി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പിതാവെ, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അങ്ങ് സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ക്രൂരമായ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെ ചീന്തിയതും. പിതാവെ, അങ്ങ് കൃപയും കരുണയുമുള്ള മഹാദയാലുവാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കുമ്പോഴും അങ്ങയുടെ വേദനയ്ക്കുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരുണ്യവാനായ പിതാവെ, ഞങ്ങളുടെ നിലവിളിക്ക് മുന്നിൽ അങ്ങയുടെ മുഖം മറയ്ക്കരുതേ. അങ്ങയുടെ കനിവുള്ള കണ്ണു തുറന്ന് ചെവി ചായ്ച്ച് ഞങ്ങളുടെ നിലവിളി കേട്ട് ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പൊന്നുനാഥ, ഞങ്ങളുടെ കരുണ തോന്നി ഞങ്ങളുടെ യാചന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. അകലാതനൽ സ്നേഹിതനേ, യേശുവേ പാദത്തിൽ കാത്തിരിക്കെ മോദം പ്രദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ മോദം പ്രദന്തം വരും. പാപലോകത്തിൻ ശാപദോഷങ്ങൾ പാടനീക്കാനായി വന്നിന്നു രക്ഷകൻ. സംഭ്രമത്തിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്ന കാലത്തിലും ദുഃഖവേളയിലും അകലാതനൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ മോദം പ്രദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ മോദം പ്രദന്തം വരും.
ഏതു നേരത്തും ഏകചിന്തയാ ഏവരും ചേർന്ന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഭക്തി പാലിക്കാം, ശക്തി പ്രാപിക്കാം, മുക്തി തേടിടാം, പരിശുദ്ധനെ തേടാം. കാലത്തിലും ദുഃഖവേളയിൽ അകലാതണൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ പ്രദന്തം വരും. യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ പ്രദന്തം വരും. ഹൃദയങ്ങളാം കൈവിളക്കുകൾ കത്തിശോഭിപ്പാൻ കരുതണമെന്നായേ, നിത്യമാറ്റണം ദീപങ്ങൾ, നിത്യമിന്നേണം മണവാളനെത്തുമ്പോൾ. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാതണൽ സ്നേഹിതനേ, യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ മകനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ മകനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ബാബു വച്ച അൺമ്യൂട്ട് ചെയ്യണം കേട്ടാ. ബാബു വച്ച അൺമ്യൂട്ട് ചെയ്യണം ബാബു വച്ച. കോയിനുണ്ടോ? ഒരു കോയിനുണ്ട്. നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ്വത്തിന്റെയും സൃഷ്ടികർത്താവുമായ ദൈവത്തിങ്ങളെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനും സർവ്വസൃഷ്ടികൾക്കും ആദ്യജാതനുമായ ഈശോ മിശിഹായ എന്ന കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്ക് മുമ്പേ തന്റെ പിതാവും ജനിക്കപ്പെട്ടു, ഉണ്ടാക്കൊണ്ടതുമല്ല, സത്യദൈവത്തിന് സത്യദൈവം, തന്റെ പിതാവുടെ സ്വഭാവം അവന്റെ കൈകളാൽ ലോകം ഉണ്ടാക്കപ്പെടുകയും സകലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവ മനുഷ്യരായി നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്രോതത്തിൽ നിന്നിറങ്ങി സുഹാദിശായ ശരീരമെടുത്ത് മനുഷ്യനായി തീരുകയും കനികാമരത്തിൽ നിന്ന് ഗർഭം തിരിക്കുകയും ഇരിക്കുകയും ചെയ്തു. മധ്യോസിന്റെ നാളുകളിൽ
നഷ്ടം അനുഭവിച്ച് കുരിശുമേ തറയ്ക്കപ്പെട്ടു അടക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. മരിച്ചവരെയും ജീവനോടെയും പിടിപ്പാൻ കൊണ്ടുവരുവാനിരിക്കുന്നു. സത്യത്തിന്റെ ആത്മാവും പിതാവെന്ന് പുറപ്പെടുന്നവനും ജീവിപ്പിക്കുന്ന ആത്മാവുമായ ഏകസുവിശേഷം ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധവും ത്യാഗകൃതവും കാതോലികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപകൊണ്ട മോചനത്തിലുള്ള ഏകമാവതയെയും നമ്മുടെ ശരീരങ്ങൾ ഉയർത്തേപ്പിനെയും എന്നേക്കുമുള്ള ജീവനെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ആമേൻ. അവസാന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയിൽ എവിടെയും ഒത്തുചേരാം. പിതാവിന്റെയും പുത്രന്റെയും കുരിശാടെ നാമത്താൽ എന്നേക്കും നിരക്കുള്ളതാകുന്നു. ആമേൻ. അതിവാത്സല്യമായ ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് കർത്താവെ ഈ ഒരു സമയങ്ങളിൽ ഒന്നിച്ചാകുവാൻ, വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കുകാരാകുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയും സ്തോത്രവും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും ഭീതിയുടെയും ദുരിതങ്ങളുടെയും പശ്ചാത്തലത്തിലായിരിക്കുമ്പോൾ ഇവിടെ ചേർന്ന് വന്ന് ഞങ്ങൾക്ക് കർത്താവെ തിരുവചനം ശ്രവിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കിയത്. കർത്താവെ, ഈ പരിമിതികളുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഒരു ചെറിയ കൂട്ടമായി കടന്നു വന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനം കാക്ഷിക്കുന്നവർക്ക്, ദുരിതങ്ങളുടെ മധ്യേ പ്രയാസപ്പെടുന്നവർക്ക്, പേടിയോടുകൂടെ കർത്താവ് ചിന്തിക്കുന്നവർക്ക് കർത്താവിന് ഈ സമാധാനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിച്ചിരുന്ന, ദുഃഖിച്ചിരുന്ന ശിഷ്യഗണങ്ങൾക്ക് കർത്താവ് നീ കടന്നു വന്ന് സമാധാനം ആശംസിച്ചതുപോലെ തന്നെ കർത്താവെ, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവിടുന്ന് സമാധാനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴും ഈ സമാധാനവും ഈ കൃപയുമൊക്കെ നിന്റെ മക്കൾക്ക് നൽകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നീയുമായുള്ള ബന്ധത്തിൽ നിരന്തരമായി ആശ്രയിപ്പാൻ, കർത്താവെ നിന്നെ തേടി പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാധ്യമത്തിൽ ഉത്തരവകയിലെ അംഗങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ വ്യക്തിപരമായിട്ട്, കുടുംബങ്ങളായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയും നിറവും അവിടുന്ന് ഓരോ മക്കളിലും വ്യാപരിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവെ, ഞങ്ങൾ ഒരു ചെറിയ കൂട്ടമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയായിരിക്കുന്ന രോഗരാജ്യങ്ങളെ, സമൂഹത്തെല്ലാം ഞങ്ങൾ ഈ സമയത്ത് കർത്താവിനെ അവരോട് ഓരോരുത്തരോടും കൃപ തോന്നണമേ. ഈ ലോകത്തെ കർത്താവെ അതിജീവിപ്പാനുള്ള കൃപ നൽകണമേ. ലോകത്തെ കർത്താവെ സൗഖ്യമാക്കുവാനുള്ള ആ മരുന്ന് പരീക്ഷത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അതിനായിട്ട് ആ വാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോൾ കർത്താവ് നീ കടന്നു വന്ന് സമാധാനം നൽകിയതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് ആ മരുന്നിനെതിരായിട്ടുള്ള കർത്താവെ വാക്സിനൊക്കെ കണ്ടുപിടിക്കാനുള്ള കൃപ അവിടെ നിന്ന് നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങൾ വീണ്ടും ഈ മാധ്യമ വകയെ ഓർത്തും പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട്. കർത്താവ് ഞങ്ങൾക്ക് വീണ്ടും കൂടി വരുവാനായിട്ട്, ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ കൂടെ ഇനിയും പങ്കെടുപ്പാൻ, ഞങ്ങൾ ആത്മീയമായി ഞാൻ പുനരുവാനും ഒക്കെ അവിടുന്ന് ഇനിയും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ആശീർവദിക്കണമേ എന്ന് അത് തനിക്കുള്ള നാമത്തിൽ താങ്കളോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോടെ കനിവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും ഇന്നും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളോടുകൂടെ, കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും വാഴുമാറാകട്ടെ. എന്നേക്കും ആമീൻ. ആശാദ് വലാലം ആമീൻ. ആമീൻ.
നന്ദി. നമ്മുടെ വർഷിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രയാസങ്ങളിലെ പല പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ മനോഹരമായി നമുക്ക് പ്രാർത്ഥന കൂടുവാനായിട്ട് സാധിച്ചു. ചെറിയ നമുക്ക് ചില ഓഡിയോ മാത്രം കേൾക്കാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും ഭൂരിഭാഗം നമുക്ക് പ്രയാസങ്ങളില്ലാതെ തന്നെ കേൾക്കാനായിട്ട് സാധിച്ചു. ഒരു വലിയ ദൈവകൃപയായിട്ട് കരുതുന്നു. നമുക്ക് ഇനിയും ഒന്നിക്കാം. ഇനിയും ഇതിൽ ചേർക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് പേരുകളൊക്കെ ചേർക്കുവാൻ അടുത്ത ഞായറാഴ്ചയെ നമുക്ക് ഇതുപോലെ കൂടി വരാൻ 10 മണിക്ക് തന്നെ കൂടാനുള്ള സാഹചര്യത്തെ നമുക്ക് ഉണ്ടാക്കാം. അതുവരെ തിരുമേനിമാരുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത ഞായറാഴ്ച സാധിക്കുമെങ്കിൽ നമുക്ക് തിരുമേനിയെ ദൂതനായിട്ട് നമുക്ക് തിരുമേനിയെ ക്ഷണിക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഇനിയും ബലപ്പെടുത്താം. വണ്ടികളൊക്കെ തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. അതുവരെയുള്ള സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളായി ശുശ്രൂഷയായി നമുക്ക് വീണ്ടും നമുക്ക് ഒന്നിച്ചേരാം. പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ നയിച്ച ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മറ്റുള്ളവർക്ക് അടുത്ത ആഴ്ചയിൽ അവസരം ലഭിക്കുന്നതാണ്. ഏവർക്കും പ്രാർത്ഥനയും നമുക്ക് വീണ്ടും ഒന്നിച്ചേരാം. ഓക്കെ, ഇനി VBS നമുക്കിവിടെ തുടരുന്നുണ്ട്. തുടർച്ചയായി കുഞ്ഞുങ്ങളുള്ള ഓരോരുത്തരും അത് ഒത്തു ചെയ്യരുത്. കുഞ്ഞുങ്ങളെ പിന്നെ മുൻപിലേക്ക് കൊണ്ടുവരിക. നിമ്പിൾ ടീച്ചർ ഞാനിത് കൈമാറുന്നു. ടീച്ചർ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കും. താങ്ക് യു.